ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസാണ്. ആദ്യം ഞാൻ മലയാളം സെൻറ്റൻസസ് പറയാം. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ് എന്ന് പെട്ടെന്ന് ആലോചിക്കുക. അപ്പോൾ റെഡിയല്ലേ? നിങ്ങൾ ഒരു പാട്ട് പാടാൻ തയ്യാറാണോ? ആർ യു റെഡി ടു സിങ് എ സോങ്? ഞാൻ പാട്ടുപാടാൻ റെഡിയല്ല. ഐ ആം നോട്ട് റെഡി ടു സിങ്. എനിക്ക് പാടാൻ കഴിയില്ല. ഐ കാൺട്ട് സിങ്. എന്തുകൊണ്ട് നിനക്ക് പാടാൻ കഴിയില്ല? വൈ കാൺട്ട് യു സിങ്? നിനക്ക് എന്തുകൊണ്ട് പാടാൻ കഴിയില്ല എന്ന് എന്നോട് പറയാൻ പറ്റുമോ? ക്യാൻ യു ടെൽ മീ വൈ യു കാൺട്ട് സിങ്? ഞാൻ നിങ്ങളോട് പറയില്ല. ഐ വോണ്ട് ടെൽ യു. അവൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഡസ് ഹി വർക്ക്? വർക്ക് ചെയ്യൽ നിർത്തല്ലേ. ഡോണ്ട് സ്റ്റോപ്പ് വർക്കിംഗ്. ഇംഗ്ലീഷ് സംസാരിക്കൽ നിർത്തല്ലേ. ഡോണ്ട് സ്റ്റോപ്പ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. ഐ നോ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾ ഈ റൂം ക്ലീൻ ചെയ്യിക്കാറുണ്ടോ? ഡു യു ഗെറ്റ് ദിസ് റൂം ക്ലീൻഡ്? ഞാൻ എല്ലാ ദിവസവും എൻ്റെ റൂം ക്ലീൻ ചെയ്യിക്കാറുണ്ട്. ഐ ഗെറ്റ് മൈ റൂം ക്ലീൻഡ് എവറി ഡേ. അവൾ ഡാൻസ് ചെയ്യാറില്ല. ഷീ ഡസൻറ്റ് ഡാൻസ്. ഞാൻ അവളെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കും. ഐ വിൽ മേക്ക് ഹെർ ഡാൻസ്. അവളെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കുക അസാധ്യമാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു മേക്ക് ഹെർ ഡാൻസ്. നിങ്ങൾ സംസാരിക്കണം. യു ഷുഡ് സ്പീക്ക്. ഞാൻ എന്തിന് സംസാരിക്കണം? വൈ ഷുഡ് ഐ സ്പീക്ക്? നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. യു നീഡ് ടു സ്പീക്ക്. അവൾക്ക് സംസാരിക്കേണ്ടി വരും. ഷീ വിൽ ഹാവ് ടു സ്പീക്ക്. അവർക്ക് പോകേണ്ടി വരും. ദേ വിൽ ഹാവ് ടു ഗോ. ഞാനിപ്പോൾ കോളേജിലേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ടു കോളേജ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് തുടരൂ. കീപ് വർക്കിംഗ്. സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത് തുടരൂ. കീപ് പ്രാക്ടീസിങ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കൂ. റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്. ഇംഗ്ലീഷ് മൂവീസ് വാച്ച് ചെയ്യുന്നത് തുടരൂ. കീപ് വാച്ചിങ് ഇംഗ്ലീഷ് മൂവീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസസ് എല്ലാ ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്.